കൊല്ലം ജില്ലയിൽ 85 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള 1698 ജനപ്രതിനിധികളുടെ തെരഞ്ഞെടുപ്പിൽ 71% പോളിംഗ്. ആകെയുള്ള 22,71,343 വോട്ടർമാരിൽ 15,91,971 പേർ വോട്ട് ചെയ്തു. വോട്ട് ചെയ്തതിൽ സ്ത്രീകളാണ് മുന്നിൽ. 8,68,533 പേർ, 7,23,432 പുരുഷന്മാരും വോട്ട് ചെയ്തു. 6 ട്രാൻസ്ജെൻഡേഴ്സും വോട്ട് രേഖപ്പെടുത്തി. വൈകിട്ട് 6 വരെയായിരുന്നു വോട്ടിംഗ് സമയമെങ്കിലും പല സ്ഥലത്തും വോട്ടിംഗ് രാത്രി 8 വരെ നീണ്ടു. കട്ടകശ്ശേരി 13-ാം വാർഡ് പുന്നത്തടം JYS ലൈബ്രറിയിൽ രാത്രി 8 വരെ നീണ്ടു. കൊല്ലം കോർപ്പറേഷൻ പരിധിയിലും വോട്ടെടുപ്പ് സമയം നീണ്ടു. കൊല്ലം താമരക്കുളം 3-ാം വാർഡിൽ 7:45-നാണ് വോട്ടെടുപ്പ് അവസാനിച്ചത്. വയോധികരിൽ ഭൂരിപക്ഷവും വോട്ടവകാശം രേഖപ്പെടുത്തി. അപൂർവം സ്ഥലങ്ങളിൽ വോട്ടിംഗ് യന്ത്രം പണിമുടക്കി. അതേസമയം കൊല്ലത്ത് വോട്ട് ചെയ്യാനെത്തിയ വയോധികൻ കുഴഞ്ഞു വീണ് മരിച്ചു. നീരാവിൽ സ്വദേശി ശശിധരനാണ് മരിച്ചത്. നീരാവിൽ SNDP സ്കൂളിലെ ബൂത്തിലായിരുന്നു സംഭവം. കൊല്ലം കോർപ്പറേഷൻ താമരക്കുളം ഡിവിഷനിൽ കള്ളവോട്ട് നടന്നെന്ന പരാതി ഉയർന്നു. കൊല്ലം താമരക്കുളം ക്രമനമ്പർ 644-ലെ ഫാത്തിമ നിസാമിന്റെ വോട്ട് മറ്റൊരാൾ ചെയ്തു. പരാതി തുറന്ന് ടെൻഡർ വോട്ട് ചെയ്യിപ്പിച്ചു. വോട്ട് ചെയ്യാൻ വന്ന്, പക്ഷേ എൻ്റെ വോട്ട് ആരോ ചെയ്തിട്ടുണ്ടെന്നാണ് അവിടെ പറഞ്ഞത്. അങ്ങനെ ഇപ്പം ടെൻഡർ വോട്ടാണ് ചെയ്തു വെച്ചിട്ട്. അല്ല ഞാൻ വോട്ട് ചെയ്തിരുന്നു, നേരത്തെ ചെയ്തിരുന്നു. ചെയ്തു. കൊല്ലം കോർപ്പറേഷനിൽ വോട്ടിംഗ് ശതമാനം 62.88 ഒതുങ്ങിയപ്പോൾ നഗരസഭകളിൽ പരവൂർ 69.07-ഉം പുനലൂരിൽ 68.69-ഉം കരുനാഗപ്പള്ളിയിൽ 73.76, കൊട്ടാരക്കര 66.19 പേരും വോട്ട് ചെയ്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് സമാനമായ പോളിംഗാണ് ഇക്കുറിയും. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.